ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കണം. ഇവരെ കഥാകാരി ലതികയും വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശ്രീമതി ലതികയുടെ താമരനൂൽ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ വന്ന കഥകളിലൂടെയാണ് ലതിക ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം 3-4 വർഷമേ അവർ കഥകൾ എഴുതിയിട്ടുള്ളൂ. മാധവിക്കുട്ടിയുടെയും രാജലക്ഷ്മിയുടെയും ഒരു തുടർച്ചക്കാരി എന്ന നിലയിൽ വന്നുവെങ്കിലും തീർത്തും വ്യത്യസ്തമായിരുന്നു ലതികയുടെ ആഖ്യാന രീതി. കൗമാരത്തിൽ അല്പം മുമ്പ് മാത്രം കടന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായും കാണുന്ന പരിചയിക്കുന്ന ഒരു ലോകമായിരുന്നില്ല ലതിക കഥകളിലൂടെ ആവിഷ്കരിച്ചത്. തന്നെക്കാൾ മുതിർന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള വ്യത്യസ്തരായ അന്തർസംഘർഷങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളായിരുന്നു മിക്കവാറും ലതികയുടെ കഥകളിലെല്ലാം. പുറമേക്ക് അവർ വളരെ സാധാരണ രീതിയിൽ പെരുമാറി. പക്ഷേ ആരും അകമേ സന്തോഷവതികളായിരുന്നില്ല. ആഴമുള്ള നഷ്ടബോധത്തെയും ആശങ്കകളെയും അവർ ഉള്ളിൽ കൊണ്ടു നടന്നു. ചിലപ്പോൾ തന്നോട് തന്നെയുള്ള ഒരു വാശി. അവരുടെ മനസ്സിന്റെ പുറകെയായിരുന്നു ലതികയുടെ കഥയുടെ യാത്ര. ലതികയുടെ സ്ത്രീകൾ പറയാനുള്ളത് മുഴുവൻ പറയാത്തവരാണ്. ഭീരുത്വം കണ്ടല്ല, മനസ്സ് മുഴുവൻ അനാവൃതമാക്കിയാൽ ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടുമായിരുന്ന സൗഭാഗ്യങ്ങളെയോ സന്തോഷങ്ങളെയോ അല്ല, മൗനം കൊണ്ട് നേടുന്ന ദുഃഖങ്ങളെയാണ് അവർ സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് തോന്നുന്നു. വർഷങ്ങളോളം എന്ന് വെച്ചാൽ 5-10 അല്ല, നീണ്ട 45 വർഷങ്ങളോളം ഈ കഥകൾ സമാഹരിക്കപ്പെടാതെ കിടന്നു. അതിൻ്റെ കാര്യകാരണങ്ങൾ പ്രസക്തമല്ല. ഇപ്പോൾ ഒരു നിയോഗം പോലെ അവ നമ്മുടെ മുന്നിൽ എത്തുകയാണ്. അതേ അവസരം തന്നെ കരൺ ബുക്സിനോടും മാനേജർ ശ്രീ ജോണിയോടും ഏറെ കൃതജ്ഞതയുണ്ട്. സ്വാഗത പ്രസംഗത്തിനായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയെയും സുഹൃത്തെയും പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ലതികയുടെ താമരനൂൽ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് മറ്റു രീതിയിൽ വളരെ ശ്രദ്ധേയമായ ചരിത്രപരമായ ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് തോന്നുന്നു. ആധുനിക കാലത്ത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താര എഴുത്തുകാരായി വാഴുന്ന സക്രിയ, സേതു, രാജലക്ഷ്മിയെ പോലുള്ള എഴുത്തുകാരി രാജലക്ഷ്മി, ഇവരുടെ തലമുറയിൽ ഇവിടെ തുടർച്ചയായി ആ കാലത്ത് അവരോടൊപ്പം മാതൃമയായി നിർത്തി കഥകൾ എഴുതി കൊന്ന ലതിക പിന്നീട് കഥയെടുത്ത് നോക്കുകയായിരുന്നു. എന്തിയാണ് ലതികയുടെ കഥകൾ മാതൃമയായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് തോന്നുന്നു. അത്രയും ശ്രദ്ധേയമായ കഥകൾ എഴുതി ആ കഥകൾ ഇന്നും വളരെ ഫ്രഷായ ഏറ്റവും മാധുര്യമായ ഒരു കഥയായി ഇന്നും നമുക്ക് വായിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഈ കഥകൾ നാം ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു ആന്തോളജികൾക്ക് ഈ കഥകൾ ഉൾപ്പെട്ടിട്ടില്ല. 100 കഥകളോ 101 കഥകളോ അല്ലെങ്കിൽ 100 വർഷം 100 കഥ എന്നൊക്കെ പറയുന്ന ഒരുപാട് സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ലതികയുടെ കഥ കണ്ടിട്ടില്ല. എന്താണ് അതിൽ ഉൾപ്പെടാതെ പോയതെന്നും അറിയില്ല. അത് ആന്തോളജി തെരഞ്ഞെടുത്തവർ എഴുതിയതവർ എന്താണ്, ഏത് കാലമാണ് അത് നിശ്ചയിച്ചത് എന്നും നമുക്ക് സംശയമുണ്ട്. ഇതൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു കൂടിയായി നമുക്ക് കാണാവുന്നതാണ്. ഇത് വളരെ ചരിത്രപരമായൊരു ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു പ്രസാധകൻ എന്ന രീതിയിൽ കർണ ന്യൂസ് ഇത്തരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അത് കമേഴ്സ്യലായി അത് കച്ചവടപരമായ ഒരു ദിവസത്തേക്കാൾ അതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന രീതിയിലാണ് ഈ പുസ്തകത്തെ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളാണ്. നമുക്ക് നിർഭാഗ്യമുള്ളവരുടെ നമ്മുടെ സാഹിത്യ അക്കാദമികൾ അല്ലെങ്കിൽ സാംസ്കാരിക സ്ഥാപനങ്ങൾ എല്ലാം ഒരുതരം മാനിപ്പുലേഷൻ്റെയും
അഴിമതിയുടെയും ഒക്കെ അരങ്ങായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ദുഃഖകരമായ കാര്യമാണ്. എന്തുകൊണ്ടോ നമുക്ക് സാഹിത്യ അക്കാദമികൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഇതൊന്നും അല്ല എന്നത്. രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതിയെക്കുറിച്ച് നാം വാദയോടെ പ്രസംഗിക്കും, ടി വിയിൽ ചർച്ച നടത്തും. ഒരു സാഹിത്യത്തിലെ അഴിമതിയെക്കുറിച്ച് ഒരു പക്ഷേ ആരും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് സാഹിത്യത്തിലെ അഴിമതിയില്ലാതാകുന്നത് എന്നത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി തോന്നുന്നു. അത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നത് ഞാൻ അപ്പോൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞു പോയതാണ് ഇത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വൈശാഖ മാഷാണ്. വൈശാഖ മാഷ് ഒരു കാലത്ത് സാഹിത്യ അക്കാദമിയിലെ ഭാഗമായിരുന്നു. സാഹിത്യ അക്കാദമി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. മലയാള അക്കാദമിക്ക് ഒരുപാട് നല്ല സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. കർണൂൽ സാറിന് വൈശാഖ മാഷിൻ്റെ ആദ്യ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത എനിക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് KP ശങ്കരമാഷാണ്. ശങ്കരമാഷ് മലയാളത്തിലെ ആധുനിക നിരൂപണത്തിലെ വളരെ ശ്രദ്ധേയമായ കാവ്യ നിരൂപണ ശൈലിയിൽ ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ്. അധ്യാപകനാണ്. ഒരു എന്ന രീതിയിൽ എപ്പോഴും ആദരിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിരവധി നിരൂപണ പുസ്തകങ്ങൾ, സാഹിത്യ പുസ്തകങ്ങൾ, കമൽ പുസ്തകം, മാഷ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാഷെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വളരെ എനിക്ക് സന്തോഷമുണ്ട്. പദ്ധതി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ കിരണി മാഷാണ്. കിരണി മാഷൻ ഇതുപോലെ ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും നല്ല കവിത എഴുതുന്നു. പിന്നെ എഴുത്തു നിർത്തിപ്പോയ ഒരു കവിയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാരനേക്കാൾ ഓപ്പണറായി പ്രശസ്തി ഉണ്ടായിരുന്ന കിരണി മാഷ് എന്തുകൊണ്ടാണ് കവിതയിലേക്ക് നിർത്തിയതെന്ന് ഇന്നും നമ്മൾ സംശയിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും കവിതയിലേക്ക് തിരിച്ചു വരുമായിരിക്കാം, ലതികയും വരുമായിരിക്കും എന്ന് തോന്നുന്നു. കിരണി മാഷാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തി ആശംസ സംസാരിക്കുന്ന അഷ്ടമൂർത്തി മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പത്രകർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങൾ കമൻസ് പ്രസിദ്ധീകരിച്ചത് ഈ വേദിയിൽ അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിനാശംസ നേർന്നുകൊണ്ട് സ്വന്തക്കാരിയിൽ യാത്ര തുടർന്ന ഗന്ധകാരമായ വി തമ്പി എത്തുമെന്ന് അറിയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ രചയിതാവ് ഔപചാരികമായി ലതികയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യക്ഷ പ്രസംഗമായി വൈശാഖ പ്രിയപ്പെട്ട ശങ്കരമാഷ്, ഇഷ്ടമൂർത്തി, ജോണി, പ്രിയപ്പെട്ടവർ, ജി ശങ്കർ ഗ്രൂപ്പിൻ്റെ ഒരു കവിതാ പുസ്തകത്തിൻ്റെ പേര് മധുരം സൗമ്യം ദീപ്തം എന്നാണ്. ഈ ചടങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നിയ പ്രയോഗം മധുരം സൗമ്യവും ദീപ്തവുമായ കുറിച്ചാണ്. നിരവധി പുസ്തക പ്രകാശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ 2 ആഴ്ചകളിൽ 18 പുസ്തകം പ്രകാശനം ചെയ്തു. എല്ലാം വായിക്കാനൊന്നും സാധിക്കാതെ ഒരിക്കലും. പക്ഷെ ഇതിന് വളരെ സവിശേഷതകളാണ്. ജോണി തന്നെ പറഞ്ഞ പോലെ ഞാൻ സത്യത്തിൽ ജോണിയെയും അഭിനന്ദിക്കുന്നു. ലതികയെയും ലതികയുടെ അനിയത്തി സന്ധ്യയെയും ഈ പുസ്തകം ഇപ്പോൾ കൊണ്ടുവന്നത്. കാരണം ഇത് ആവശ്യം ജോണി പറഞ്ഞ പോലെ സാഹിത്യ അക്കാദമി പോലുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. ചെറുകഥാ സാഹിത്യ ചരിത്രം ഞാൻ നോക്കി. അതിൻ്റെ ചെറുകഥാ സൂചിക നോക്കി. അങ്ങനെ നോക്കി ലതികയുടെ 6 കഥകളുടെ പേര് ഞാൻ പ്രകാശിക്കുന്നു. ഈ പുസ്തകം ആ കഥ കേട്ടില്ല. അത് പക്ഷേ അതിൽ ലതിയെക്കുറിച്ച് പരാമർശമില്ല. അതേസമയത്ത് അല്ലാതെയുള്ള യാതൊരു കാര്യമില്ലാത്ത സംഗതികൾ പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമില്ല. ഒരു കണക്കെടുപ്പാണ്. ഒരു സാഹിത്യകാരുടെ കേരളത്തിൽ സാഹിത്യ അക്കാദമി നടക്കുന്നുണ്ട്. അതിൽ പകുതി പേര് എഴുതിയ ഗ്രന്ഥം കുടുംബചരിത്രമാണ്. ഒരു ഗ്രന്ഥം എഴുതിയ പേര് അതിൻ്റെ കുടുംബചരിത്രം എഴുതിയ ചരിത്രം. പക്ഷെ ലതിക എഴുതിയ കാലഘട്ടം
സന്ധ്യ 49 വർഷം. ഈ 49 1965. അപ്പൊ നമ്മളെപ്പോഴും എന്ത് കിട്ടിയാലും നമ്മളെ അതിനെതിരെ വെച്ച് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വഭാവം. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ 1964 ഞാൻ മാതൃഭൂമിയിൽ ആദ്യമായി എഴുതുന്നത്. പക്ഷെ അന്ന് MK ഗോപിനാഥൻ ഉണ്ടായിരുന്നുണ്ട്, ആ പേര് തന്നെ എഴുതിയത്. അത് കഴിഞ്ഞ് ഞാൻ എഴുതാതെ പോയ ഒരു കാലഘട്ടമുണ്ട്, 4 വർഷം. അതിൻ്റെ അടുത്ത വർഷമാണ് എനിക്ക് എഴുതുന്നത്. അതായത് 1964 ഞാൻ മാതൃഭൂമിയിൽ 2 കഥകൾ എഴുതുന്നത്. അതിനുശേഷം റെയിൽവേ ജോലിയായിട്ട് ആന്ധ്രയിലേക്ക് ഉൾപ്രദേശങ്ങളിലുള്ള സ്റ്റേഷനുകളിൽ ഇരുന്ന് ഞാൻ മാതൃഭൂമി വായിക്കുമ്പോൾ നിശ്ചയമായും ഈ കഥ തന്നെ വായിച്ചിട്ടുണ്ട്. കാരണം വീണ്ടും ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് പഴയ ഒരു ചെറിയ ഇളങ്കാറ്റിൻ്റെ ഓർമ്മ പോലെ ഈ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അതിൻ്റെ ഭാവം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെ ശങ്കരൻ മാഷിൻ്റെ ഒരു കവിത പോലുള്ള സാധാരണ നിരൂപണം അല്ല, കവിത പോലുള്ള ഒരു അവതാരിക. ആ അവതാരിക എഴുതിയിരിക്കുന്നത് 1969. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം ഞാൻ വൈശാഖൻ എന്ന പേര് മാറ്റിയത് ആ വർഷമാണ്. ആ പേരിൽ ആദ്യത്തെ കഥ വരുന്നതും 1969. പക്ഷെ ഇന്നിപ്പോൾ ഹിരണ്യൻ ഗവേഷണം നടത്തി വൈശാഖൻ എന്ന് പറഞ്ഞ പേരിൽ ഒരാൾ കവിത എഴുതിയിട്ടുള്ളത് കണ്ടുപിടിച്ചെന്ന് വന്നിട്ടുണ്ട്. അപ്പം അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മൂപ്പരെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യും. മിക്കവാറും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല അറിയുമല്ലോ അങ്ങനെ. അപ്പം ഈ കഥകള് ഇങ്ങനെ എനിക്ക് ഒരുപാട് സഞ്ചാരം ഓർമ്മയിൽ കൂടി കാലത്തിൽ കൂടി സഞ്ചാരം നടത്താൻ പ്രേരിപ്പിച്ചു. കഥകളെ കുറിച്ച് സംസാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര മനോഹരമായ കഥകളാണ്. അത്ര മനോഹരം വെച്ചാൽ ആ കാലത്ത് ഇങ്ങനെ എഴുതി എന്നുള്ളത് ഇപ്പം വായിക്കുമ്പം എനിക്ക് അത്ഭുതം തോന്നും. കാരണം കൊച്ചു കൊച്ചു വാചകങ്ങൾ, ഒരു പാരഗ്രാഫ് ഒരു വാചകമാണ്. ശങ്കരൻ മാഷ് അവതാരികൾ എഴുതിയ പോലെ കണ്ണുകൊണ്ട് വായിക്കേണ്ട കഥകളല്ല ഈ കഥകൾ, മനസ്സുകൊണ്ട് വായിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം. ഇതിൻ്റെ ആദ്യം ലതിക എഴുതിയിരിക്കുന്ന ഒരു വാചകം ഉണ്ട്. അത് വളരെ രസകരമായി തോന്നി. കാരണം എല്ലാവരെയും നയിക്കുന്ന ഒരു വാചകമാണ്. ആ വാചകം എന്താണെന്ന് വെച്ചാൽ, ആൾക്കൂട്ടവും തിരമാലകളും ഏറെ ഒഴിഞ്ഞ കടൽപ്പുറത്ത് നിന്ന് യുഗങ്ങൾക്കപ്പുറം കുതിച്ചു ചാടുന്ന ഒരു സമുദ്ര തീരത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര വർണ്ണങ്ങൾ, എത്ര ശബ്ദങ്ങൾ വാത്സല്യത്തോടെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഓർമ്മയിൽ മറഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ട എത്ര മുഖങ്ങൾ. ഈ ഒരു വാചകത്തിലെ കവിത പോലെ തന്നെയാണ് ഈ കഥയ്ക്കുള്ളിലെ കവിത. ഈ കഥ വായിച്ചു എന്നുള്ളത് ഓർമ്മ എനിക്ക് സത്യത്തിൽ അത് കൃത്യമായി എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും വായിച്ചു എന്നുള്ള ഓർമ്മയാണ്. അതിൻ്റെ ഒരു കാരണം തീരെ വായിക്കാനൊന്നും കിട്ടാത്ത ഒരു കാലമാണ് എനിക്കത്. ഈ 65 എന്ന് പറയുന്നത്, 65-66 ആന്ധ്രയുടെയൊക്കെ വളരെ ഉൾപ്രദേശത്തുള്ള കുഞ്ഞു സ്റ്റേഷനുകളിൽ മലയാളമേ ഇല്ലാത്ത സ്ഥലത്ത്, മലയാളി ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. പക്ഷെ അന്നും എനിക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോസ്റ്റലായിട്ട് കിട്ടുമായിരുന്നു. ആകെ എനിക്കുള്ള സാഹിത്യ ഭക്ഷണം അത് മാത്രമായിരുന്നു. അന്ന് മാതൃഭൂമിയിൽ വന്നത് എല്ലാം കമ്പോർഡ് തൊട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ലതികയുടെ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ കഥ വായിച്ചു നോക്കുമ്പോഴും എനിക്കത് ഉറപ്പായി വായിച്ചിട്ടുണ്ട്. ഈ വളരെ ആർഭാടം നിറഞ്ഞ ഒരു ആഖ്യാന രീതിയിലുള്ള കാലമാണ് വാസ്തവത്തിൽ അന്ന് വരുന്നത്. വാചക പ്രയോഗങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ വളരെ അനാർഭാടമായിട്ടാണ് ലതിക എഴുതിയിരിക്കുന്നത്. വളരെ അനാർഭാടവും അനാവശ്യമായ ഒരു വാചകം ഒന്നുമില്ല. അത്ര കൃത്യതയോടുകൂടി ശങ്കരൻ മാഷ് തന്നെ പറയുന്നത് കെമിസ്ട്രി പഠിച്ചതിൻ്റെ ഒരു സ്വഭാവം ഈ എഴുത്തിലും വരുന്നുണ്ട്. പക്ഷേ മനുഷ്യ മനസ്സിൻ്റെ രസതന്ത്രമാണ് എല്ലാ കഥകളുടെയും പറയുന്നത്. അതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. നമ്മൾ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്സ് അല്ല, അതിന് സ്വന്തം ഒരു രാഷ്ട്രീയമുണ്ട്. പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ആ ചെറു പോലെയാണ്. അതിന് സ്ത്രീപക്ഷമാണ് സന്ധ്യ പറഞ്ഞത്, സ്ത്രീപക്ഷം. പക്ഷേ ഈ ചില ട്വിസ്റ്റ് പോലെ ചില കഥകളുടെ ഒടുവിൽ ഇതിലെ പുരുഷ കഥാപാത്രങ്ങൾക്ക് അത്ഭുതകരമായ പരിണാമം സംഭവിക്കുന്നത് വെറും ഒരു വാചകം കൊണ്ട് ലതിക സൂചിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ലഭ്യമല്ലാതാകുന്നതുമായ ദൈന്യത, സ്നേഹത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് എല്ലാ കഥകളിലും. സ്നേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടും സ്നേഹത്തിൻ്റെ അസാന്നിധ്യമുണ്ടും. മഹാനായ വിക്ടർ ഹ്യൂഗോയുടെ വാചകമാണ്, ദ സുപ്രീം ഹാപ്പിനെസ് ഇൻ ലൈഫ് ഈസ് ദ കൺവിക്ഷൻ
that you are loved എന്നാണ്. ഈസ് ദ കൺവിക്ഷൻ എന്നാണ് അദ്ദേഹം. ഉറച്ച ബോധ്യം, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന ഉറച്ച ബോധ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ആ ആനന്ദം ലഭിച്ച സ്ത്രീകളെക്കുറിച്ചും ലഭിക്കാത്ത സ്ത്രീകളെക്കുറിച്ചും ഈ പുസ്തകത്തിലുണ്ട്. ഏറ്റവും ഒടുവിൽ ക്യാൻസറായി മരണാസന്നയായി കിടക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് വരുന്ന മനുഷ്യന് വരുന്ന മാറ്റം വെറും 2-3 വാചകം കൊണ്ട് വ്യക്തമായി അയാൾ മനുഷ്യനായി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പൊതുവെ ഭാവഗാനം പോലെ തന്നെ ശങ്കരമാഷ് പറയുന്നത് ഭാവഗാനം പോലെയുള്ള കഥകളാണ്. പിന്നെ വലിയൊരു ഗുണം ഇന്ന് സാഹിത്യത്തിന് അധികം ഇല്ലാത്തത്, സാഹിത്യം ഇന്ന് നമ്മുടെ സംസ്കാരത്തിനൊന്നും കാര്യമായി സ്വാധീനിക്കുന്ന ഒരു ശക്തി ഒന്നാണെന്ന് തോന്നുന്നില്ല. ജോലി പറഞ്ഞതൊക്കെ അതിൻ്റെ കാരണങ്ങൾ. ഇപ്പൊ ഇന്ത്യയിലെ കുട്ടികളോട് ധോണിയെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയും, സച്ചിൻ തെണ്ടുൽക്കറെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയും. ധോണി ക്രിക്കറ്റ് മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആടിനെ ബലി കഴിച്ചു എന്നുള്ള കാര്യം അറിയുമോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. അപ്പോ സച്ചിൻ തെണ്ടുൽക്കറെ അറിയുന്ന എല്ലാ കുട്ടികൾക്കും രവീന്ദ്രനാഥ ടാഗോറിനെയും കാളിദാസനെയും അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് സംസ്കാരമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിച്ചത്. അങ്ങനെ ഒരു സമയത്ത് ഈ പുസ്തകം പല ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. സാഹിത്യം അതിൻ്റെ പ്രഭാവം, അതിൻ്റെ വെളിച്ചം എല്ലാ മനുഷ്യരിലേക്കും പ്രസരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. അതിനു മുമ്പ് ചങ്ങമ്പുഴയുടെ രമണൻ ഒളിച്ചു വെച്ച് തലയുടെ കീഴിൽ വെച്ച പെൺകുട്ടികൾ വായന, അങ്ങനെ ഒരു കാലഘട്ടം. ആശാൻ വള്ളത്തോറും ഗുരുവിനും ഒക്കെ വന്ന കാലഘട്ടം. നാനാപ്പാട്ട് നാരായണ മേനോൻ തൻ്റെ ഭാവങ്ങളുടെ പരിഭാഷയിലൂടെ മലയാളത്തിൻ്റെ ഭാവുകത്വത്തെ തന്നെ മാറ്റിയ ഒരു കാലഘട്ടം. അത്തരം കാലഘട്ടങ്ങളെല്ലാം കടന്ന് ഇന്ന് വന്ന് ഇന്ന് ഇംഗ്ലീഷിൽ ടെല്ലിംഗ് സ്റ്റോറീസ്, മാനുഫാക്ചറിങ് സ്റ്റോറീസ് എന്ന് 2 തരം പ്രയോഗമുണ്ട്. അതിൽ ഈ 2ാമത്തെ പ്രയോഗമാണ് കൂടുതലായിട്ട് മാനുഫാക്ചറിങ് ആണ്. കാരണം എല്ലാം വ്യവസായമാവും, വ്യവസായത്തിൽ മാനുഫാക്ചറിങ് ആണല്ലോ കൂടുതൽ. അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന സൃഷ്ടികൾ വർദ്ധിച്ചു വരികയാണ്. വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ ആസ്വാദനത്തിൻ്റെ തലത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. സാഹിത്യത്തിന് വേണ്ട ഏറ്റവും പരമപ്രധാനമായ ആദ്യത്തെ ഗുണം വായനാസുഖമാണ്. വായനാസുഖം ഉണ്ടെങ്കിൽ മാത്രമേ അത് വായിക്കുള്ളൂ. പ്രത്യേകിച്ച് പുതിയ കാലത്ത് നിരവധി മാധ്യമങ്ങൾ മനസ്സിലേക്ക് എത്തിച്ച് കയറുകയാണ്. കാഴ്ചയുടെ വലിയ മഹാമേളകളാണ് നടക്കുന്നത്. മെഗാ കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. മെഗാ 150 മണിക്കൂർ നൃത്തം ചെയ്യുക, 108 മണിക്കൂർ മൃദംഗം കൊട്ടുക, 1050 ഇഡ്ഡലി തിന്നുക, ഇങ്ങനെയുള്ള നമ്മുടെ എത്തിയ തന്നെ പോസ്റ്റ് കൊളോണിയൽ ഫ്യൂഷൻ എന്നൊരു വിഷയം പ്രസ്ഥാനങ്ങളൊപ്പം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ 14 ഇവിടുത്തെ പോസ്റ്റ് കൊളോണിയൽ ഫ്യൂഷൻ, അതായത് ഒരുതരം മെഗലോമാനിയ, വലുതിനെ മാത്രം ആരാധിക്കുന്ന സമ്പ്രദായം. ഒരു ചെറുകഥ, ഇതിലെ ഒരു ചെറുകഥ 500 പേജുള്ള നോവലാക്കി മാറ്റാം. ഒറ്റ ഗുണം വേണം, ഇഷ്ടംപോലെ അധ്വാനത്തിനുള്ള തയ്യാറ് വേണം, മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു കരുത്ത് വേണം. ഒറ്റ കഥ മതി, 8 പേജുള്ള കഥ 500 പേജുള്ള ഒരു നോവലാണ്. നമുക്കറിയാം എവിടെയുടെ കുഞ്ഞു കഥയാണ് നോക്കുമ്പോൾ വലിയൊരു സിനിമയായി വന്നത്. അതുപോലെ തന്നെ ബഷീറിന്റെ നിലവിളിച്ചം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥയാണ് ഭാർഗവി നിലയമായി വന്നത്. അപ്പൊ സാഹിത്യം ഈ ചുരുക്കലിൽ പ്രവീചി എന്നതാണല്ലോ പറയുന്നത്. ഈ ചുരുക്കൽ അതിൽ വളരെ ഉജ്ജ്വലമായി നിൽക്കുന്ന കഥകളാണ് കേൾക്കാം. ആ ചുരുക്കലിന്റെ കാര്യത്തിൽ ഈ പരിപൂർണമായ ഒരു ചെറുകഥയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും, ചെറുകഥ അങ്ങനെ ലക്ഷണം പറയാറില്ലാലും എങ്കിലും അങ്ങനെ ലിഖിതമായ ലക്ഷണങ്ങളില്ലെങ്കിലും ചെറുകഥയെ കുറിച്ച് ഒരു ധാരണയുണ്ട്. 200 പേജുള്ള ചെറുകഥ എഴുതാം, പക്ഷെ അതിനൊരു കാര്യമുണ്ട്, ചെറുകഥയായിരിക്കും. ചെറുകഥകളൊന്നും ഒരിക്കലും ചെറിയ കഥകളല്ല എന്ന് ഇനിയും നമ്മുടെ സമൂഹം ശരിക്കും മനസ്സിലാക്കിയില്ല. ചെറിയ കഥകൾ വലിയ കഥകളാണ്. ഇതിനകത്ത് ഓരോ കഥയുടെയും അവസാനത്തെ ആ പൂർണ്ണവിരാമം, ആ പൂർണ്ണവിരാമത്തിൽ നിന്നും കഥ തുടങ്ങുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ഇതിലെ കഥകൾ. ആ പൂർണ്ണവിരാമത്തിൽ നിന്നും ഭാവനാശേഷിയുള്ള ഒരു വായനക്കാരനോ വായനക്കാരിക്കോ വേറെ കഥകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ